ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത്? പൂരം കലക്കി, ചെമ്പ് കലക്കി, ഗോപിയാശാനെ കലക്കി, RLVയെ കലക്കി, ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി 10 ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. എവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത്. കേരളത്തിൽ ഇത്തവണയെങ്കിലും, ഇനി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം. അതിന് ദൃഢമായ നിശ്ചയം, ഇപ്പോഴുള്ള ചില നിശ്ചയങ്ങളിൽ മാറ്റം വരുത്തണം. എല്ലാം മുടച്ച് പുതിയൊരു കാസ്റ്റിലേക്ക് ഇത് കൊണ്ടുവരണം, ഒരു ഘടനയിലേക്ക്, ഒരു രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട്. ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ്. അതിന്റെ വ്യത്യാസം നിങ്ങൾ അറിയും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കലിംഗ സംഗമത്തിന്റെ ഉദ്ദേശം ഇതേ അല്ല. പക്ഷെ എന്തുകൊണ്ട് ഈ സംഗമത്തെ ഭയപ്പെടുന്നു? ഇതിന്റെ ഫലം ഇതാണെന്ന് അവർക്കറിയാം. അപ്പൊ എന്ത് വക്രം എഴുന്നള്ളിച്ചും ഇതില്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും. അവർക്ക് വേണ്ടി കൂട്ടു നിൽക്കും. എനിക്കതിൽ വിഷമമില്ല. ഞാൻ ഇനിയും ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും ചോദിക്കുന്നില്ലേ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് വരുമോ എന്ന്? ഇവിടെ ഇടുക്കി ജില്ലയിൽ ഒരു 8 പഞ്ചായത്തുകളിലേക്കെങ്കിലും ഇപ്പൊ തന്നെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ എത്ര സ്ഥലത്ത് പോകും? ഞാൻ മന്ത്രിയുടെ ജോലി ചെയ്യണം. ഞാൻ ഇവിടെ നിന്നാൽ പറയും ഇയാൾക്ക് ഡൽഹിയിൽ പണിയൊന്നുമില്ലേ? ഡൽഹിയിൽ പോയിരുന്നാൽ ചോദിക്കും നാട്ടിൽ കാണാനില്ലല്ലോ. സിനിമയിൽ അഭിനയിച്ച ഇയാൾക്ക് ഇതാ നല്ല പണി. ഈ പറയുന്നവന്മാർക്കൊക്കെ എന്ത് മൂല്യമുണ്ട്, എന്ത് ജന്മോദ്ദേശമുണ്ട് അല്ലേ? ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം. ഞാൻ സേവനത്തിനങ്ങ് പൂർണ്ണമായിട്ട് ഇറങ്ങി ഞാൻ പറയുന്നില്ല. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു. അത് പക്ഷെ ഞാൻ ഉറപ്പ് വരുത്തും. അത് ഞാൻ തൃശ്ശൂർക്കാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ടേമിൽ വന്ന ആരൊക്കെ? CPIയുടെ ആൾക്കാരുണ്ട്, കോൺഗ്രസിന്റെ ആൾക്കാരുണ്ട്. അവിടെ വന്നിട്ടുള്ള MP-മാരേക്കാൾ അവരെ ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു MP ആയിരിക്കും ഞാൻ എന്നുള്ളത് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പാലിച്ചിരിക്കും. ശ്രീ കരുണാകരനും ശ്രീ O രാജഗോപാലും കേരളത്തെ അനുഗ്രഹിച്ച പോലെ ഒരു രാഷ്ട്രീയക്കാരനും ഭരണത്തിലെത്തി ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിന് വേണ്ടി വർത്തിച്ചിട്ടില്ല, ഫലവത്തായി പ്രവർത്തിച്ചിട്ടില്ല. ഇത് സത്യമാണ്. കരുണാകരൻ സാറ് എൻ്റെ പാർട്ടിക്കാരനല്ല. പക്ഷെ നമുക്ക് ചില അട്രിബ്യൂഷൻ, നമ്മളിങ്ങനെ സമർപ്പണം അത് നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം നോക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇപ്പോഴും ആരാധിക്കുന്നത്. അല്ലാതെ പിന്നെ ഒരാൾ ആ കൂട്ടത്തിൽ ആരുമില്ല. പിന്നെ ഉള്ളത് നരസിംഹറാവു. മൻമോഹൻ സിംഗ് നല്ല ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു. അപ്പം അങ്ങനെ വളരെ കുറച്ച് വ്യക്തികളുണ്ട്. പക്ഷെ